ഹലോ നമസ്കാരം. സ്റ്റോറി മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ പത്രമാറ്റിൻ്റെ കഥയാണ് പറയുന്നത്. പക്ഷേ ഒരുപാട് ലേറ്റായിട്ടോ. ഞാൻ എൻ്റെ മോളുടെ ഒരു പെൻഷത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിരുന്നു. കളക്ട്രേറ്റിലൊക്കെ പോയത് കാരണം വൈകി. അതുകൊണ്ട് ക്ഷമിക്കുക, വൈകിട്ടതിന് സോറി കേട്ടോ. നാളെ നേരത്തെ ഡാൻസ് നോക്കാം. ഓക്കെ. അപ്പോൾ കഥ എന്താ വെച്ച് കഴിഞ്ഞാൽ, അനിയനെ പിടിച്ചും കൊണ്ട് പോയിരിക്കുകയാണല്ലോ നമ്മുടെ മറ്റേ നന്ദു വെള്ളമടിച്ചിട്ട്. അപ്പോൾ ആദർശം നയനി അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നയനി ആദർശം കൂടെ സംസാരിച്ച ദിവസം അനിയനെ പോയി കാണും. അപ്പോൾ അനി പറയും പിന്നെ എന്താണ്, ഞാൻ എന്നെ കൊണ്ടുപോകുന്നു വേണ്ട, എന്നെ ഇവിടെ ലോക്കപ്പിലിട്ടാൽ മതി, വീട്ടിൽ പോകണ്ട, വീട്ടിൽ പോയി അവളുടെ മുഖം കാണണ്ടേ. അപ്പോൾ അവളവിടെ ഇല്ല എന്നുള്ള കാര്യം ഇയാൾക്ക് അറിയില്ല കേട്ടോ. അപ്പോൾ പറയും എന്നെ കൊണ്ടുപോകണ്ടെന്നറിയാം. അപ്പോൾ നന്ദു മറ്റേ ഇയാൾ പറയും, ആദർശം അറിയാം, നീ എന്തൊക്കെ കാണിച്ചാലും നിന്നെ നന്ദുവിനെ കല്യാണം കഴിപ്പിക്കില്ല എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, നിങ്ങളൊക്കെ സന്തോഷമായിട്ടിരിക്കും, നിങ്ങളൊക്കെ കാരണം തന്നെയാണല്ലോ എനിക്ക് ഇങ്ങനെ ഒരു ഇത് വന്നത്, എന്നൊക്കെ പറയുന്നുണ്ട്. അവസാനം വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. പറയും ഞാൻ വരുന്നില്ല എന്ന് പറയും. വാടാ കൊണ്ടുപോകുന്ന പറയും, ഇതിൻ്റെ ഫൈനൊക്കെ ഞാൻ അടച്ചോളാം, പോരെന്ന് പറയും. അങ്ങനെ ബലമായിട്ട് ആദർശം നയനിയും കൂടി അവനെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അപ്പോൾ പോണ വഴിക്ക് അറിയും, ഞാൻ നന്ദുവിനോട് ഇൻസ്പെക്ടറോട് യാത്ര പറഞ്ഞിട്ടില്ല അറിയും, നീ ഇപ്പം അങ്ങനെ പറയണ്ട, ഞാൻ പറഞ്ഞിട്ടുണ്ട് അറിയും നയന. അപ്പോൾ പറയും എന്നാലും ഞാൻ പറയണ്ടേ എന്നറിയും. അപ്പോഴേക്കും നന്ദു അങ്ങോട്ട് വരികയാണ്. നന്ദു വന്നിട്ട് അറിയും, എന്നാൽ ഞാൻ പോട്ടെ നന്ദു, നീ ഫോൺ എടുക്കാത്തതുകൊണ്ടാണ് ഞാൻ നിന്നെ അന്വേഷിച്ച് വരുന്നത്, നീ ഫോൺ എടുക്കില്ല, നിന്നെ കാണാൻ വേണ്ടിയിട്ട് തന്നെ ഞാൻ വഴിയിൽ നിൽക്കുന്നത്, നിനക്ക് ഫോൺ എടുത്താൽ ഈ പ്രശ്നമായിട്ട് കഴിഞ്ഞു, നീ അത് ചെയ്യാഞ്ഞിട്ടല്ലേ, ഇനി ഞാൻ വരും എന്നൊക്കെ ഇങ്ങനെ പറയാണ്. അവസാനം അവനൊന്തി തള്ളി കൊണ്ടുപോയി കയറ്റുന്നുണ്ട് വണ്ടിയിൽ ആദർശ്. അവിടുന്ന് പിന്നെ നയനെ പറയാം, എന്താ ചെയ്യുക മോളെ, ഒരു രക്ഷയില്ല, അവൻ്റെ ജീവിതം എങ്ങനെയായി പോയി എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് സങ്കടം പറയണം. അപ്പോൾ പറയും, ഇനിയെങ്കിലും ശ്രദ്ധിക്കണം, ഇവൻ ഇങ്ങനെ പോണതാണ് എനിക്ക് ഏറ്റവും പേടി, അവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുന്നത് എനിക്കറിയില്ല ചേച്ചി എന്നിങ്ങനെ പറയുന്ന നന്ദു. അപ്പോൾ പറയും ശ്രദ്ധിക്കാം മോളെ എന്ന് പറയണം. അങ്ങനെ ആദർശം നയനെയും കൂടി അനിയനെയും കൂട്ടി വരിക. അപ്പോൾ ഒരു വഴിയിലൊരു കട കാണുമ്പോൾ പറയുക, ആദർശമായിട്ട് ഒന്ന് നിർത്ത്, കുറച്ച് മോരൊക്കെ വാങ്ങി കുടിപ്പിച്ചിട്ട് കൊണ്ടുപോകുക അവനെ വീട്ടിലേക്ക് എന്ന് പറയുകയാണ്. അപ്പോൾ വഴി എവിടെയെങ്കിലും കണ്ടൊന്ന് കുളിപ്പിക്കുകയും ചെയ്യായിരുന്നു എന്ന് പറയേണ്ട ആദർശം കേട്ടോ. അങ്ങനെ രണ്ടുപേരും കൂടെ വഴിയിൽ നിർത്തി അവന് മോരൊക്കെ വാങ്ങി കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും ജയൻ എന്താണ് ഇവരെ കാണാഞ്ഞിട്ട് ഇങ്ങനെ ആകെ നടക്കുകയാണ് ഹാളിൽ. എന്താണ് ഇവർ എവിടെ പോയി എന്നറിയില്ലല്ലോ. അപ്പോഴേക്കും ദേവയാനിയും അങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ ദേവയാനി വയ്ക്കുമ്പോൾ ജയേട്ടാ അവർ വന്നു വയ്ക്കുമ്പോൾ എല്ലാം വിളിച്ചിരുന്നു, ഇപ്പോൾ വരാം എന്നാണ് പറഞ്ഞത് പറയും. അപ്പോൾ ദേവയാനി വന്നിട്ട് ചോദിക്കുകയാണ് ജയനോട്, അപ്പോൾ അവരെവിടെ ജയേട്ടാ, അപ്പോൾ എനിക്കെന്താ സംഭവിച്ചപ്പോൾ എനിക്കൊന്നും സംഭവിച്ചില്ല, അവർ അനിയനെയും കൂട്ടിയിട്ട് ഇപ്പോൾ വരും എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ പറയും, എന്നിട്ട് അവരിങ്ങനെ കാത്തിക്കുകയാണ്. അവിടുന്ന് അപ്പോഴേക്കും ആദർശം നയനെയും കൂടി മോരൊക്കെ വാങ്ങി കുടിപ്പിച്ച് പോരുകയാണ്. അപ്പോൾ പറയും, നീയാണ് ഇതിലൊക്കെ ഉത്തരവാദി, നീ മാത്രമാണ് എന്നൊക്കെ അങ്ങനെ പറയും. ഏട്ടാ അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് നാവൊക്കെ കുഴഞ്ഞാൽ സംസാരിക്കുന്നത്. അപ്പോൾ പറയും, എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോകണ്ട, ഞാൻ വീട്ടിലേക്ക് വല്ല അറിയും, പിന്നെ എവിടേക്കാണ് നിന്നെ കൊണ്ടുപോകുന്നത്, രണ്ട് തരിക വേണ്ടതെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് വലിച്ചിട്ടാണ് സ്റ്റേഷനിൽ തന്നെ കൊടുക്കുന്നത്. അങ്ങനെ അവിടുന്ന് മോരൊക്കെ കുടിപ്പിച്ച് വീട്ടിലെത്തുമ്പോൾ അവിടെ ദേവയാനിയും ജയനും കാത്തുക. അപ്പോൾ അവരെ കാണുമ്പോൾ അവനൊന്നും കൂടെ ഒന്ന് ലേശം കെട്ടിറങ്ങുന്നുണ്ട്. ഞാൻ വീട്ടിലേക്ക് വരില്ല, വലിയച്ഛനും വലിയമ്മയിലാണ് നിൽക്കുന്നത്, ഞാൻ വരുന്നില്ല എന്നറിയാം, നീ നടക്ക്, നിൻ്റെ ഈ കോല അവരൊന്ന് കാണട്ടെ, നടക്ക് എന്നറിയുന്നു. അതിനെയും പറയും, നടക്ക് ചെല്ല്, അച്ഛനും അമ്മയൊന്ന് കാണട്ടെ നിൻ്റെ അവസ്ഥ എന്നൊക്കെ അങ്ങനെ പറയുക. എന്തിനാ അവരെയൊക്കെ അറിയിച്ചത് പറഞ്ഞപ്പോൾ, ഞങ്ങൾ പറഞ്ഞത് തന്നെ, ഞങ്ങൾ അവനെയും കൊണ്ട് വരുമ്പോൾ നിങ്ങൾ ഹാളിലുണ്ടാവണമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ട് തന്നെയാണ് എന്നൊക്കെ അങ്ങനെ പറയുന്നുണ്ട് നയനി ആദർശം കൂടെ. അങ്ങനെ അവിടുന്ന് ചെല്ലുകയാണ്. അപ്പോൾ പറയും, എന്താണ് അവന് പറ്റിയത് എന്ന് ചോദിക്കും ദേവയാനി. ഇവനൊന്നും ഇങ്ങനെ ആകെ ക്ഷീണിച്ചിട്ടുണ്ടല്ലോ, അവനെന്താ പറ്റിയേ എന്ന് ചോദിക്കും. ഇപ്പോൾ പറയും, പറ്റിയതൊന്നും പറയേണ്ട അമ്മ അറിയാം. അപ്പോൾ ജയൻ ചോദിക്കുക, എന്താ സംഭവം, ഇവന്താ മദ്യപിച്ചിട്ടുണ്ടോ ചോദിക്കുമ്പോൾ, അതേ അച്ഛാ കുടിച്ചിട്ട് നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് പോയിരിക്കുക. പോലീസിൻ്റെ മുന്നിൽ ചെക്കിങ്ങിലായിരുന്നു നന്ദു. അവളെ മുന്നിലേക്ക് നേരെ കയറി ചെന്ന് അവളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി ലോക്കപ്പിലിട്ടില്ല, അവിടെ കൊണ്ട് നിർത്തി ഞങ്ങളെ വിളിച്ചിട്ട് ഇവനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടി പറയുക ചെയ്തത് അറിയാം. അപ്പോൾ ചേട്ടാ നീ എന്താ ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പിന്നെ അവനെ അവൻ്റെ ഷർട്ടിനെ കുത്തിപ്പിടിക്കാണ്. അപ്പോൾ അവനൊന്നും മിണ്ടാൻ വയ്യ നാവ് കഴിഞ്ഞിട്ട്. അപ്പോൾ ജയൻ പറയും, വേണ്ട ദേവി മാറി വിട്ട് നിൽക്കുക, അച്ഛനും അമ്മയും അറിയണ്ട, നീ ഇങ്ങനെ ആകുമ്പോൾ എത്ര സങ്കടം ഉണ്ടാവും മുത്തശ്ശിക്ക്, അത് നീ ആലോചിച്ചിട്ടുണ്ടോ, ഞങ്ങൾക്കൊക്കെ എത്ര വിഷമമുണ്ടെന്ന് നീ ആലോചിച്ചിട്ടുണ്ടോ എന്നൊക്കെ അങ്ങനെ പറഞ്ഞ് ദേഷ്യപ്പെടുകയാണ്. അപ്പോൾ പറയും, പിന്നെ പോയി കിടന്നുറങ്ങുക പറയുമ്പോൾ, എനിക്കൊന്നും വയ്യ, ഞാനിവിടെ എവിടെയെങ്കിലും കിടന്നോളാം പറയും. ചെല്ല് പോയി കിടക്കുക എന്നൊക്കെ പറയും. ഒന്ന് ഞാൻ പറഞ്ഞ് നേരം വിളിക്കട, അപ്പോൾ ബാക്കി തരാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ അവനെ വിടുകയാണ്. അപ്പോൾ ഒന്നും പറയണ്ട അമ്മ, ആകെ പ്രശ്നമാണ് എന്നിട്ട് അങ്ങനെ ആദർശം വിളിച്ചും കൊണ്ട് പോവുക. അപ്പോൾ പറയും, മോളെ ഇങ്ങനെ എന്താ നമ്മൾ ചെയ്യാറുമ്പോൾ എനിക്ക് അറിയില്ല അമ്മ പറയും. അപ്പോൾ പറയും, മോളെ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നന്ദുവിൻ്റെ മനസ്സ് മാറാതെ മോൾ നോക്കണം എന്ന് പറയുമ്പോൾ, നന്ദുവിൻ്റെ മനസ്സ് എന്തായാലും മാറില്ല, കാരണം നമ്മൾ പറയുന്നത് അങ്ങനെ അനുസരിക്കുന്നുണ്ട് അവൾ ഒരിക്കലും മാറില്ല അമ്മേ, ആ പേടി വേണ്ട, നമ്മൾ പറയുന്നത് അത്ര അക്ഷരമതി അനുസരിക്കുന്നുണ്ട്, അവളിപ്പോൾ ഇവരെ മൈൻഡ് ചെയ്യാഞ്ഞിട്ടുള്ള ദേഷ്യമാണ് ഇപ്പോൾ അവന് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത്, ഇപ്പോൾ അവന് അവളുടെ പിറകെ നടക്കുകയാണ് എന്നൊക്കെ പറയും. എന്താ ചെയ്യാന്ന് വെച്ചിട്ട് അങ്ങനെ അവൾ നയനിയും പോവും. അത് കഴിഞ്ഞിട്ട്
ദേവയാനി ജയനും കൂടെ പറയും. അപ്പോൾ പറയും ജയൻ പറയും അവൻ ആദ്യമായിട്ട് സ്നേഹിച്ച പെൺകുട്ടിയാണ് പിന്നെ നന്ദു. ആ ഒരു ഇത് അവൻ്റെ മനസ്സിൽ നിന്ന് പോയില്ല. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവന് ഇഷ്ടമല്ലാന്ന് നമ്മളെല്ലാവരും കൂടെ അവൻ്റെ തലയിൽ കെട്ടി വെച്ചതാണ് അനാമിക. അവളായിട്ടൊന്നും നീ അവൻ ഒരിക്കലും രക്ഷപ്പെട്ട് പോരില്ല. അപ്പോൾ പിന്നെ നമ്മൾ തന്നെ ഇനി അതിന് വേണ്ടി ശ്രമിക്കേണ്ടതിന് അവൻ്റെ ജീവിതം പോയി എന്ന് പറയും. അപ്പോൾ പറയും എനിക്ക് സഹിക്കാൻ പറ്റാത്ത സങ്കടമാണ് ജയേട്ടാ, ഞാൻ അത്രയും അവനെ സ്നേഹിച്ചതാണ്. നമ്മൾ മറ്റേ ആദർശനെ പോലെ തന്നെയാണ് അവനെ എനിക്ക് എന്ന് പറയും. എന്താ ചെയ്യാൻ ഈ ദേവ, നമ്മൾ കുറച്ച് ശ്രദ്ധിച്ചേ പറ്റുള്ളൂ ഇനി അവൻ്റെ കാര്യങ്ങൾ. അവൻ 3 ബ്രാഞ്ച് കൊടുത്തില്ല, 3ക്ക് അവൻ പോയിട്ടില്ല. ഇന്നലെ ജയനാണ് കുറച്ച് നേരം അവിടെ പോയിരുന്നത്. ഇടയ്ക്ക് ഞാനും അവിടെ നിന്ന് പോയിരിക്കേണ്ട. അവൻ തിരിഞ്ഞ് നോക്കില്ല എന്നാണ് അവിടുത്തെ മാനേജർമാർ പറഞ്ഞത്. ഒന്നിലും അവനൊരു ശ്രദ്ധയില്ല എന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പോൾ പറയും എങ്ങനെയായാലും അവനെ ഈ സ്വഭാവം മാറ്റിയെടുക്കാൻ വല്ല വഴിയുണ്ടെങ്കിൽ അവനെങ്കിൽ നമ്മളെ കൈവിട്ട് പോകും എന്നൊക്കെ അവരങ്ങനെ സംസാരിക്കണം. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം അനാമികയും ആകെ അങ്ങനെ ഒരു ടെൻഷനായിരിക്കുക. അനാമിക അറിയാം വല്യമ്മ കൂറ് മാറിയതാണ് ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നമായത്. മറ്റേത് വല്യമ്മ കൂടുള്ളപ്പോൾ ഒരു ധൈര്യമായിരുന്നു. ഇതിപ്പോൾ വല്യമ്മയും ആകെ സ്വഭാവം മാറി. അത് കാരണമാണ് ഇപ്പോൾ ആകെ ടെൻഷൻ എന്നൊക്കെ അങ്ങനെ പറയും. അപ്പോൾ പറയും അവർ അമ്മായിയമ്മയും മരുമകളും മാസങ്ങൾക്ക് മുന്നേ കൂട്ടായിരുന്നു, അത് നമ്മളാരും അറിഞ്ഞില്ല. ആ കരൾ കൊടുത്തതിന് ശേഷം വളരെ കൂട്ടാണ്. ഇപ്പോൾ അമ്മായിയമ്മയും മരുമകളും ഒരൊറ്റ കെട്ടാണ് എന്നൊക്കെ അങ്ങനെ പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും ഇനി പക്ഷെ ഒന്നുണ്ട്, അപ്പോൾ ഏറ്റവും വലിയ തെറ്റ് ചെയ്താണ് ആദർശ്. എന്നിട്ട് ആ ആദർശിനെ സപ്പോർട്ട് ചെയ്തിട്ട് ഇപ്പോഴും അവളവിടെ നിൽക്കുന്നുണ്ട്. അവർ രണ്ടുപേരും നിൽക്കുന്നുണ്ട് പെണ്ണുങ്ങൾ. പിന്നെ നീയായിട്ട് എന്തിനാ പോരാൻ നിൽക്കുന്നത്, നീ അവിടെ നിൽക്ക്. ഇന്നിപ്പോൾ ജാനകി വിളിച്ചിരുന്നു, നിൻ്റെ അമ്മായിയമ്മ വിളിച്ചിരുന്നു, നീ ചെല്ലുന്നില്ലേ എന്ന് ചോദിച്ചിട്ട്. അപ്പോൾ പോവാതിരുന്നിട്ട് എന്താ മോളെ, നീ എന്തായാലും അവിടെ പോയി നിൽക്ക്, എന്നിട്ട് നീ എന്തായാലും അവിടുന്ന് പോരുന്നുള്ള കാര്യം ഉറപ്പ്. അപ്പോഴേക്കും അവിടുന്ന് കിട്ടാവുന്ന അത്രയും അടിച്ചുകൊണ്ട് പോരാൻ വേണ്ടിയിട്ടാണ് തള്ളിയും നന്ദിയും കൂടി മകളെ ഉപദേശിച്ച് വിടുന്നത്. അപ്പോൾ ഇങ്ങനെ നല്ല മനസ്സോടെ നിൽക്കണം. അപ്പോൾ എന്താ നീ ചെയ്യുക, എങ്ങനെ പോവുക, അങ്ങനെ മടിച്ചൊക്കെ പറഞ്ഞ് മടിച്ച് നിൽക്കണ്ട മോളെ, ചെല്ല് എന്നൊക്കെ ഇങ്ങനെ പറയണം. അവരാണ് ആ പെണ്ണിനെ നാശാക്കുന്നത്. അപ്പോൾ പറയും നീ എന്തായാലും അങ്ങോട്ട് പോകുമെന്നൊക്കെ പറയണം. അപ്പോൾ ഇങ്ങനെ ശരി എന്ന് പറഞ്ഞിട്ട് പോവുകയാണ് കേട്ടോ. വേറെ ഒന്നും ചോദിച്ചൊന്നും പറയുകയൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് അങ്ങനെ അനാമിക അനന്തപുരിക്ക് പോവും. അവിടെ ചെന്നിട്ട് നോക്കുമ്പോൾ നമ്മുടെ ദേവയാനി ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടേക്കാണ് അനാമിക ചെല്ലുന്നത്. വല്യമ്മേ എന്ന് വിളിച്ചിട്ട് ചെല്ലുമ്പോൾ മോള് വന്നോ, എന്തൊക്കെയുണ്ട് മോളെ വിശേഷങ്ങൾ, എന്താ മോള് വന്നേക്കുമ്പോൾ പറയും അല്ല വല്യമ്മ ഞാൻ വരണമെന്ന് വിചാരിച്ചല്ല, പിന്നെ അമ്മ തിരിച്ച് പോയിക്കോളാൻ വേണ്ടി പറഞ്ഞപ്പോൾ ഇങ്ങോട്ട് പോകുന്നതാണ്, ഞാൻ അവിടെ തന്നെ നിൽക്കണമെന്ന് വിചാരിച്ചതായിരുന്നു. അതിൻ്റെ ആവശ്യമൊന്നുമില്ലല്ലോ എന്ന് പറയും ദേവയാനി. അല്ല എന്നെ സ്നേഹിക്കപ്പോൾ ഇവിടെ ആരും ഇല്ലല്ലോ, എല്ലാവർക്കും ഇപ്പോൾ ഞാൻ കണ്ണിലെ കരട് പോലെ ഇല്ലേ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട മോളെ, അങ്ങനെയൊന്നും ചിന്തിക്കേണ്ട, അങ്ങനെയൊക്കെ എന്തിനാണ് ചിന്തിക്കേണ്ടത് എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ വർത്തമാനങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോൾ പറയും പിന്നെ മോളെ അച്ഛനെ ആ സ്വർണ്ണമൊക്കെ വിറ്റിട്ടൊരു സ്ഥലം വാങ്ങിച്ചു പറഞ്ഞില്ലേ മോളുടെ പേർക്ക്, അതൊന്ന് കാണണമല്ലോ നമുക്ക് പോയിട്ട് എന്ന് പറയുമ്പോൾ അവൾ കടന്നു വരില്ലാന്ന് തുടങ്ങും. പറയും അത് ആ സ്ഥലം അത് എവിടെയാണെന്ന് എനിക്ക് അറിയില്ലേ വല്യം. പറയുമ്പോൾ നമുക്കൊന്ന് പോയി നോക്കാം, എന്താ അതിന് വീട് വെക്കണം എന്നല്ലേ പറഞ്ഞത് വീണു വന്ന്, എന്നിട്ട് ഇപ്പോൾ എന്താ അത് വീട് വെക്കണ കാര്യമൊന്നും പറയുന്നത് കേൾക്കാമല്ലോ. അതല്ല വല്യമ്മ, അതിപ്പോൾ അനിയിപ്പോൾ ഇങ്ങനെ നിൽക്കുന്നതുകൊണ്ടാണ്, അച്ഛനിപ്പോൾ മെല്ലെ മതി കൺസ്ട്രക്ഷന് മെല്ലെ മതി എന്ന് പറഞ്ഞിട്ടാണെന്ന് പറയും. ആയിക്കോട്ടെ, അല്ല നിങ്ങൾക്ക് ഇനിയിപ്പോൾ വീട് വയ്ക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞങ്ങളും കുറച്ച് സഹായിക്കാം വീട് വയ്ക്കാൻ വേണ്ടിയിട്ട്, അതൊന്നും കുഴപ്പമില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ സ്ഥലം ഒന്ന് പോയി നോക്കണമല്ലോ എന്നറിയും. അപ്പോൾ അത് ഞാൻ അച്ഛനോടൊന്ന് പറയട്ടെ എന്ന് പറയും ഇവിടെ അനാമിക. അപ്പോൾ അല്ല മോളെ വേറെയും മോൾക്ക് എവിടേക്കോ മോളെ പേർക്ക് സ്ഥലം ഉണ്ടെന്നൊക്കെ പറഞ്ഞിരുന്നല്ലോ അന്ന് വേണു എന്ന് പറയും. അപ്പോൾ പറയും ഉണ്ട്, പക്ഷേ എനിക്ക് ശരിക്കും അറിയില്ല എവിടേക്കാണ് സ്ഥലമുള്ളതെന്ന് എനിക്കറിയില്ല, അതൊക്കെ അച്ഛനെ അറിയുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയും. എന്തായാലും നമുക്ക് ഈ സ്ഥലം ഒന്ന് പോയി നോക്കാം, എനിക്ക് ആ സ്ഥലം നല്ല ഇഷ്ടമായി, ഒന്ന് നോക്കാം. പറഞ്ഞ് അത് നമ്പർ ഇട്ടതാണ് ദേവയാനി ഇവളുടെ മുള്ളുകളി പുറത്ത് വരാൻ വേണ്ടിയിട്ട്, അതൊന്ന് പോയി നോക്കാമെന്ന് പറയും. അപ്പോൾ ശരി വല്യമ്മ, ഞാൻ അച്ഛനോടൊന്ന് വിളിച്ച് പറയട്ടെ അറിയും. പറഞ്ഞോളൂ പറയും. അത് കഴിഞ്ഞ് വേഗം വേണുവിനെ വിളിക്കുകയാണ്. അപ്പം രേവതിയാണ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താ മോളെ, എന്തെങ്കിലും അവിടെ പ്രശ്നമുണ്ടോ ചോദിക്കുമ്പോൾ എന്നെ ഈ ഊരാൻ കൊടുക്ക് കൊണ്ടുപോയി ചാടിച്ച ആ മനുഷ്യനുണ്ട് അവിടെ, നിങ്ങളെ ഭർത്താവ് ചോദിക്കുക അനാമിക അമ്മോട്. എന്താ മോളെ എന്താ പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ അപ്പോഴേക്കും വേണു വരും, ഇതാ മോളാണ് പറയും. അപ്പോൾ എന്താ മോളെ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ഇവിടെ മൊത്തം പ്രശ്നമാണ്. ഇപ്പോൾ നിങ്ങൾ അന്ന് എൻ്റെ പേർക്ക് വാങ്ങിയ സ്ഥലം കാണണമെന്നാണ് വല്യമ്മ പറയുന്നത് എന്നറിയോ. അതെന്തിനാ അപ്പോൾ അവർ കാണുന്നത് വേണു പറയുന്നുണ്ട്. അതെന്തിനാ അപ്പോൾ അവർ കാണുന്നത്, അവർക്കിപ്പോൾ എന്തിനാ അത് കാണേണ്ട ആവശ്യം, അതൊന്നും എനിക്കറിയില്ല, അവർക്ക് ആ സ്ഥലം പോയി കാണണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അച്ഛൻ അതിന് വേണ്ട എന്തെങ്കിലും ഒന്ന് ചെയ്യ്, അല്ലാണ്ട് ഒരു രക്ഷയില്ല, അല്ലെങ്കിൽ ഞാൻ പെട്ടുപോകും ഇവിടെ എന്ന് പറയും. അപ്പോൾ പറയും എന്താപ്പോൾ അവർ ആകെ കൊടുക്കുക. അപ്പോൾ പറയും അവൾ പറയുന്നുണ്ട് ഞാൻ എന്തൊക്കെയോ ഒരു പ്ലാൻ
ചെയ്യേണ്ടത്, ഞാൻ കുടുങ്ങിയിരിക്കുകയാണ്, അച്ഛൻ വേഗം എന്തെങ്കിലും ഒന്ന് ചെയ്തേ പറ്റുള്ളൂ, ഇല്ലെങ്കിൽ ആകെപ്പെടും. കാരണം ആ സ്വർണ്ണം വിറ്റിട്ട് സ്ഥലം വാങ്ങിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ സ്ഥലം ന്യായമായിട്ട് ഇവർക്ക് കാണാനുള്ള അവകാശം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് അവർ പറയുന്നത്. അപ്പോൾ പറയും അച്ഛൻ എന്തെങ്കിലും ഒന്ന് ചെയ്യില്ലെങ്കിൽ ആകെ പ്രശ്നമാവും എന്നങ്ങനെ പറയാണ്. ചേട്ടാ ഇത് വലിയ പുലിവാലായാലോ, എന്തിനാപ്പോൾ അവരാ സ്ഥലം കാണുന്നത് വയ്ക്കും, അതൊന്നും എനിക്കറിയില്ല, അച്ഛൻ എന്തെങ്കിലും അതിന് വേണ്ടതുപോലെ ചെയ്യുമെന്ന് പറയുകയാണ്. ഇപ്പോൾ ശരിക്കും എന്താ വെച്ചാൽ പറയുക, ഈ നടുക്കുപെട്ട പോലെ, ചുറ്റും തീ കുണ്ടം കൂട്ടിയ പോലെ നടുക്കുപെട്ട പോലെ ആയിപ്പോയി. ഓക്കെ, എന്തായാലും എന്തെങ്കിലും പിന്നെ ഒരു വഴി അന്വേഷിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഇന്നത്തെ പത്തരമാറ്റ് വളരെ ലേറ്റായിട്ടാണ് ഞാനിട്ടത്, സോറി. ഞാൻ പറഞ്ഞല്ലോ സിറ്റുവേഷൻ എന്തായിരുന്നു. അതുകൊണ്ട് എല്ലാവരും എൻ്റെ പിന്നെ എന്താ പറയുക ചാനൽ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തി, പിന്നെ എന്താണ് ഒരു ലൈക്ക്